ഹായ് ഓൾ. ഇന്നത്തേത് ഒരു ചെറിയ ഔട്ടിംഗ് ഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി, ഞങ്ങളെന്ന് പറയുമ്പം ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വെജിറ്റബിൾ സയൻസ് പിള്ളേർ, ഞങ്ങളെല്ലാവരും കൂടി ഇന്നൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ. വേറെ എവിടെയല്ല, നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു എല്ലാവർക്കും കൂടി എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തു. നമ്മൾ പ്ലാൻ ചെയ്ത് ഒരുപക്ഷെ നമ്മൾ കാശ്മീർ വരെ എത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്ലാനിങ് മാത്രമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഒത്തിരി ദൂരത്തേക്ക് പോയില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ പോകുക എന്നുള്ളതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ കോളേജിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം ചൂസ് ചെയ്തു. നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം പുഞ്ചക്കരി. നമ്മുടെ കോളേജിൽ നിന്നൊരു 4-5 കിലോമീറ്ററിനകത്തേ വരുള്ളൂ, 4 കിലോമീറ്റർ മാക്സിമം. നമുക്ക് അവിടേക്ക് നേരിട്ട് ഡയറക്റ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒരു 4-5 ബൈക്കും സ്കൂട്ടറും ഒക്കെ ഒപ്പിച്ച് നേരെ അവിടേക്ക് പോയി. പുഞ്ചക്കരിയെ പറ്റിയിട്ടൊരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ പച്ചപ്പാർന്ന പാടങ്ങളും വയലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഗ്രാമീണ പ്രദേശമാണ് പുഞ്ചക്കരി. നഗരത്തിൻ്റെ ആ ഒരു തിരക്കിൽ നിന്ന് മാറി, ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാറിയിട്ടാണ് പുഞ്ചക്കരി ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ പുഞ്ചക്കരി നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെ ഈ പ്രകൃതിക്കൊരു പ്രശ്നമുണ്ടല്ലോ, അതിന് ഓരോ സമയത്തും ഓരോ ഭംഗിയായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഴയുള്ള സമയങ്ങളിൽ ഒരു ഭംഗിയായിരിക്കും, വെയിലുള്ള സമയങ്ങളിൽ വേറെ ഒരു ഭംഗിയായിരിക്കും, ഇനി ഇതെല്ലാം കൂടെ ചേർന്നൊരു സമയങ്ങളിലോ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും. എന്തായാലും ഞങ്ങൾ പോയത് ഒരു ചെറിയ മഴയൊക്കെയുള്ള സമയമായിരുന്നു. പകൽ അത്യാവശ്യം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരം ജസ്റ്റ് മഴയൊക്കെ ഒന്ന് തോർന്നു നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പുഞ്ചക്കരിയിലെത്തിയത്. ഞാൻ ശരിക്കും കൂടുതലും റീൽസിൽ കണ്ടിട്ടുള്ളത് നല്ല വെയിലൊക്കെയുള്ള സമയത്ത് വൈകുന്നേരങ്ങളിൽ ആ ഒരു സൂര്യാസ്തമയം കാണാനൊക്കെ ആൾക്കാർ വരുന്ന അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു പുഞ്ചക്കരിയായിരുന്നു ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ഇപ്പം നേരിട്ട് അവിടെ ചെന്നപ്പം കാണാൻ പറ്റിയത് ചെറിയ മഴയൊക്കെ കഴിഞ്ഞ് ഒന്നിങ്ങനെ മൂടി നിൽക്കുന്നൊരു സമയം. ആ ഒരു സമയത്ത് പുഞ്ചക്കരിയുടെ ഭംഗിയാണ് കേട്ടോ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയത്. പിന്നെ ഇതിനൊക്കെ പുറമെ ആ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്നതിലുപരി നമ്മളെല്ലാവരും കൂടെ ഉള്ളൊരു സമയം എന്നുള്ളത് ഭയങ്കര വാല്യൂബിളായൊരു കാര്യമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഈവനിങ് ആയിരുന്നു മൊത്തത്തിൽ. നമ്മൾ കോളേജിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള വണ്ടിയിൽ പോകുന്ന യാത്രയും പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളെല്ലാവരുടെ കാര്യം പറഞ്ഞിരിക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ ആ വരമ്പക്കൂടെയൊക്കെ ഒന്ന് നടന്നു. അത്യാവശ്യം ഈ മഴയൊക്കെ പെയ്തൊരു സമയമുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. എനിവേ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നടന്നു. പിന്നെ സ്ഥിരം പരിപാടി ഫോട്ടോസ് എടുക്കൽ. സിംഗിൾ ഫോട്ടോഷൂട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോസ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ നിന്ന് അങ്ങനെ ഒരു നല്ല ഈവനിങ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ, എൻ്റെ ഒരു പേഴ്സണൽ തോന്നലാവാം, എനിക്കിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ മൊത്തത്തിലൊരു സ്ലോ ഫീല് തോന്നാറുണ്ട്. ഒരു സ്ലോ മോഡിലേക്ക് കയറിയ പോലെ, അതായത് സമയം പോലും ഭയങ്കര പെതുക്കിയാണ് പോകുന്നതെന്ന് തോന്നാറുണ്ട്. അത് എൻ്റെ ഒരു തോന്നൽ മാത്രമാവാം. ഞാൻ പൊതുവെ അങ്ങനെ എനിക്ക് ബീച്ചിലൊക്കെ പോകുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ പച്ചപ്പും ഹരിതാപയൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നതാണ്. ചിലപ്പോൾ അതുകൊണ്ടാവാം, അതെന്തെങ്കിലും ആവട്ടില്ല, എൻ്റെ ഒരു പേഴ്സണൽ തോന്നലാണ്. അത് വിട്ടേക്ക്. ഇപ്പോൾ ഇവിടെ പിള്ളേർ റീൽസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല എന്തെങ്കിലും ചെറിയ റീൽസ് ഉണ്ടോ എന്നുള്ളത് തപ്പുമായിരുന്നു. കുറേ നേരം നമ്മൾ കുറേ റീൽസൊക്കെ നോക്കി അവസാനം നമ്മളൊരു തീരുമാനത്തിലെത്തി നമുക്ക് റീൽസിനുള്ള സമയം കാണില്ല. കാരണം സന്ധ്യ ആയി തുടങ്ങുന്നുണ്ടായിരുന്നു, പിന്നെ മഴയുള്ള ടൈമാണ്, എപ്പോൾ എവിടെയെങ്കിലും മഴ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കണക്കിലെടുത്ത് നമ്മൾ റീൽസ് തപ്പുന്നത് തൽക്കാലം നിർത്തിവെച്ചു. പിന്നെ വീണ്ടും ബാക്ക് ടു കാര്യം പറച്ചിൽ, ഫോട്ടോ എടുക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും കുറച്ച് നേരം അവിടെ നിന്നു. ശരിക്കും പറഞ്ഞാലേ ഇടയ്ക്കൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ യാത്ര ഇപ്പം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ചെറിയ യാത്രയെങ്കിലും നമ്മൾ ചെയ്യണം കേട്ടോ. കാരണം അത് നമ്മുടെ ശരീരത്തിനൊപ്പം നമ്മുടെ മനസ്സിനും ഒരു വിശ്രമമാണ് തരുന്നത്, അല്ലേ? നമ്മുടെ കോളേജിലെ തിരക്കായിക്കോട്ടെ, ഇനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ തിരക്കായിക്കോട്ടെ, ഇനി വീട്ടിലെ തിരക്കുകളായിക്കോട്ടെ, എല്ലാത്തിൽ നിന്നൊന്ന് മാറി നമ്മുടെ ആ ഒരു ഡെയിലി റുട്ടീനിൽ നിന്ന് മാറി നമ്മൾ വേറൊരു സ്ഥലത്ത് പോവുക. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി, അല്ലെങ്കിൽ നമ്മുടെ കോളേജ് വർക്ക് സ്പേസ് എവിടെ ആയിക്കോട്ടെ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലം, അതിപ്പം തൊട്ടടുത്തുള്ള സ്ഥലമായിക്കോട്ടെ, ഒരു കഫേയിൽ പോയി നമ്മൾ ചായ കുടിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് പോയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായിക്കോട്ടെ, അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം. അത് നമുക്ക് നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ മോട്ടിവേഷൻ ഒന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ മോട്ടിവേഷനായിട്ട് പറയണമെന്ന് ഉദ്ദേശിച്ചല്ല കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനങ്ങ് പറഞ്ഞു പോയതാ കേട്ടോ.
പിന്നീട് ഞങ്ങൾ അവിടുന്ന് പോയത് കിരീടം പാലത്തിലേക്കായിരുന്നു. മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള കിരീടം സിനിമയിലൂടെ ശ്രദ്ധേയമായിട്ടുള്ള കിരീടം പാലത്തിലേക്ക്. പണ്ടതിന് സർവോദയം പാലം അങ്ങനെ എന്തോ ആണ് പറഞ്ഞിരുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഞാൻ എവിടെയോ ഇങ്ങനെ കേട്ടതാണ് കേട്ടോ. കിരീടം സിനിമയിലൂടെ പിന്നത് കിരീടം പാലമായിട്ട് അറിയപ്പെടാൻ തുടങ്ങി. അങ്ങോട്ട് പോകുന്ന വഴിയിൽ താറാവൊക്കെ ഇങ്ങനെ നീന്തി കളിക്കുന്നതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ പോസടിച്ച് നിന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കിരീടം പാലത്തിലേക്കുള്ള നടത്തം കണ്ടിന്യൂ ചെയ്തു. നമ്മളിങ്ങനെ പതുക്കെ കാര്യമൊക്കെ പറഞ്ഞ് വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ അങ്ങ് എത്തിയപ്പോഴേക്കും നേരം ചെറുതായിട്ട് ഇങ്ങനെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ചാറ്റൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചെറിയ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ വീണ്ടും കുറച്ച് നേരം അവിടെ ഇരുന്നു. രാത്രി ആയതുകൊണ്ട് പിന്നെ കിരീടം പാലം കാണാൻ വലിയ രസമുണ്ടാവില്ല എന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പിന്നീടൊരു ദിവസം കുറച്ച് വെയിലൊക്കെ ഉള്ളൊരു ദിവസം നോക്കിയിട്ട് വൈകുന്നേരം വരാം എന്നോർത്തിട്ട് ഞങ്ങൾ കിരീടം പാലം ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചായ കുടിക്കാമെന്ന്. അപ്പോൾ അവിടെ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വീണ്ടും വർത്തമാനം പറഞ്ഞു നിന്നു. അങ്ങനെ എന്തായാലും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കാറായപ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചാറ്റൽ മഴ മാറി അത്യാവശ്യം വലിയ മഴയായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് കയ്യിലുള്ള കുടയൊക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു. അതും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരു 2-3 കുടയൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ മഴ നനഞ്ഞ് നമുക്ക് തിരിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോകണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒത്തിരി നേരം അവിടെ വെയിറ്റ് ചെയ്തില്ല. നേരെ തന്നെ മഴ അങ്ങ് നനയാമെന്ന് ഓർത്തിട്ട് അങ്ങ് നനഞ്ഞ് നടന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ടോഡി ഷോപ്പ് കം റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു കേട്ടോ പോയത്. പുഞ്ചക്കരയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവിടെ കുറച്ച് ഷാപ്പുകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ പഴയ നാടൻ അങ്ങനത്തെ കള്ള് ഷാപ്പുകളല്ല കേട്ടോ. ശരിക്കും ഒരു റെസ്റ്റോറൻറ്റ് ഫീൽ തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഷാപ്പിൽ പോകുന്നത്. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല രസമാണ് കള്ള് ഷാപ്പിലെ മീൻകറിയും കപ്പയൊക്കെ ഭയങ്കര ടേസ്റ്റാണെന്ന്. ഇതുവരെയും അങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് ഞങ്ങൾ ശരിക്കും കപ്പയൊന്നും അല്ലല്ലോ ടേസ്റ്റ് ചെയ്തത്, വേറെ എന്തൊക്കെയാണ് കഴിച്ചത്. പക്ഷേ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹോൾ പുഞ്ചക്കരിയിൽ ഈ ഫുഡ് അടിക്കൽ ഒരു സീൻ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ അധികം ഡിഷസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ മെനുവിൽ. ചിക്കൻ, ബീഫ്, താറാവ്, ചെമ്മീൻ, കണവ, പിന്നെ പലതരത്തിലുള്ള മീനുകൾ, ഫിഷ് ഫ്രൈ ആയിട്ടും ഫിഷ് കറി ആയിട്ടും. കൂടെ കഴിക്കാനായിട്ട് കപ്പ ഉണ്ടായിരുന്നു, പൊറോട്ട, പിന്നെ ലൈവ് അപ്പം. അപ്പം നമ്മൾ ഇവരുടെ മെനു ഒക്കെ കേട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കൺഫ്യൂഷൻ അടിച്ച് ഇരുന്നു. പിന്നെ അവസാനം നമ്മൾ ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി. കഴിക്കാനായിട്ട് നമ്മൾ പൊറോട്ടയും ലൈവ് അപ്പമായിരുന്നു പറഞ്ഞത്. കൂടെ പിന്നെ നമ്മൾ ചിക്കൻ പെരട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണവ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ. പിന്നെ അവിടെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി അവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരിക്കും മീൻ നമുക്ക് മസാലയൊക്കെ പുരട്ടിയിട്ട്. അപ്പം നമ്മളത് പോയിട്ട് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ കരിമീനായിരുന്നു സെലക്ട് ചെയ്തത്. കരിമീൻ, അയക്കൂറ, അങ്ങനെ കുറേ അധികം മീനുകൾ കേട്ടോ, അമൂറ്, അങ്ങനെ കുറേ മീനുകളുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നമ്മൾ കരിമീൻ സെലക്ട് ചെയ്തു. അപ്പോൾ അവരത് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പൊറോട്ടയും അതുപോലെ തന്നെ പ്രോൺസും പിന്നെ കണവയും കൂട്ടിയായിരുന്നു കഴിച്ചത്. എനിക്ക് പേഴ്സണലി അതായിരുന്നു കേട്ടോ, ആ കോമ്പിനേഷനായിരുന്നു ഇഷ്ടം. പിന്നെ കുറച്ച് പേരൊക്കെ കുറച്ച് കള്ള് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ടേസ്റ്റ് ചെയ്തില്ല. എനിവേ മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതേ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് പ്രോൺസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫുൾ ഡിഷസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോൺസ് ആയിരുന്നു. നല്ല പ്രോൺസ് മസാല ആയിരുന്നു കേട്ടോ. വിത്ത് പൊറോട്ട അത് അടിപൊളിയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഞങ്ങൾ, അതായത് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമായിരുന്നു. കാരണം ഇപ്പം ഞാൻ ഫൈനൽ ഇയറായി, PG സെക്കൻഡ് ഇയേഴ്സ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഇയറിലൊക്കെ തന്നെ പാസ് ഔട്ട് ആവും. പിന്നെ നമുക്ക് കുറച്ചും കൂടെയൊക്കെ മുന്നേ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമായിരുന്നു. ആ ഒരു നഷ്ടബോധം, ആ ഒരു കുറ്റബോധം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യായിരുന്നു. എനിവേ എന്തായാലും അത് കഴിഞ്ഞു പോയി. ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാം, അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കാനെങ്കിലും ഒരുമിച്ചൊക്കെ ഒന്ന് പോകാം, അങ്ങനെയുള്ളൊരു തീരുമാനം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഇതേ ലാസ്റ്റ് ഫുഡൊക്കെ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ കംപ്ലീറ്റ് കാലിയാക്കി ഞങ്ങൾ. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ അത്യാവശ്യം നമ്മൾ കുറേ നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ മഴയൊക്കെ നനഞ്ഞ് എല്ലാവരും കുറച്ച് ടയേർഡുമായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മൊത്തത്തിൽ പുഞ്ചക്കരി നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. പുഞ്ചക്കരി എന്നത് ശരിക്കും വെറും പച്ചപ്പും ഹരിതാഭയും മാത്രമല്ല കേട്ടോ. ഇങ്ങനെ സമയം ചെലവഴിക്കാനും ഒത്തുകൂടാനും ഒക്കെ കഴിയുന്ന മനോഹരമായിട്ടുള്ള ചെറിയ ഇടങ്ങളും ഇവിടെയുണ്ട്. അപ്പം പുഞ്ചക്കരിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് വരിക. ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ UGയും PGയും 6 വർഷം അടുപ്പിച്ച് ഇവിടെ തന്നെയായിരുന്നു. 4 വർഷം UG, 2 വർഷം PG, അങ്ങനെ 6 വർഷം മൊത്തം അടുപ്പിച്ച് വെള്ളായണി കാർഷിക കോളേജിൽ തന്നെയായിരുന്നു. ആ സമയങ്ങളിലൊന്നും ഞാൻ ഈ പുഞ്ചക്കരിയിൽ വന്നിട്ടില്ല കേട്ടോ. ഇപ്പം തിരിച്ച് PhDക്ക് വന്നപ്പോഴാണ് ആദ്യമായിട്ട് പുഞ്ചക്കരിയിൽ വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ പുഞ്ചക്കരി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര പറയാനായിട്ടോ. അപ്പോൾ ഈ ചെറിയ പുഞ്ചക്കരി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും അങ്ങനെ പറ്റുന്നതൊക്കെ ചെയ്തേക്കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള എൻ്റെ മിനി മൊമെൻറ്റ്സുമായിട്ട് വീണ്ടും ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.